ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ വൻ ചലനങ്ങൾ സൃഷ്ടിക്കാതെ ലാലേട്ടന്റെ റീ റിലീസ് ചിത്രം ചോട്ടാ മുംബൈ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സദാപ്പുന്നത് വീഡിയോ ഇപ്പോൾ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ചോട്ടാ മുംബൈ എന്ന് പറയുന്ന സിനിമയുടെ റീ റിലീസിന്റെ കളക്ഷൻ റിപ്പോർട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മോഹൻലാലിനെ കീ കഥാപാത്രമൊക്കെ അൻവർ റഷീദ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ചോട്ടാ മുംബൈ എന്ന് പറയുന്ന സിനിമ. 2007 പുറത്തിറങ്ങിയ ചിത്രം അന്ന് വലിയ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രം വർഷങ്ങൾക്കിപ്പുറം ഇന്ന് റിലീസിനോട്ട് എത്തി കഴിഞ്ഞപ്പോൾ വൻ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ചിത്രത്തിന് റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നു. പ്രേക്ഷകർ പ്രതീക്ഷിച്ചെങ്കിലും അത്രത്തോളം വലിയൊരു ഹൈപ്പോ ബുക്കിങ്ങോ നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. മുൻകാല ചിത്രങ്ങളായിട്ടുള്ള സ്ഫടികം അതോടൊപ്പം തന്നെ ദേവദൂതൻ തുടങ്ങിയ ചിത്രങ്ങളെല്ലാം തന്നെ വൻ വിജയമായിട്ട് മാറിയ സാഹചര്യത്തിൽ ചോട്ടാ മുംബൈ എന്ന് പറയുന്ന സിനിമയുടെ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ ആദ്യ ദിനത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രത്തിന് ഏകദേശം കേരള ബോക്സ് ഓഫീസിന് 10 മുതൽ 15 ലക്ഷത്തിനടുത്തുള്ള ഒരു കളക്ഷൻ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് മോഹൻലാലിന്റെ കരിയറിൽ ആദ്യമായിട്ടായിരിക്കും ഒരു റീ റിലീസ് എത്തിയ ചിത്രം ഇത്രയും കുറഞ്ഞ ഒരു തുക ആദ്യ ദിനം കളക്ട് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ കളക്ഷനിൽ നേരിയ തോതിലുള്ള വർധനവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ചിത്രം ശനി ഞായർ ദിവസങ്ങളായിട്ട് കൂടുതൽ കളക്ഷൻ സ്വന്തമാക്കും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട്. അപ്പോൾ ചോട്ടാ മുംബൈ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ റീ റിലീസ് വെർഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും.